നമസ്കാരം. NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുടെ വാർത്താ സമ്മേളനം. തദ്ദേശ തെരഞ്ഞെടുപ്പിലൂടെ അമിത ആത്മവിശ്വാസത്തിൽ ബെല്ലും ബ്രേക്കും ഇല്ലാതെ പോകുന്ന UDFന് കനത്ത ആഘാതമുണ്ടാക്കിയ ഒരു വാർത്താ സമ്മേളനം അതിന്നുണ്ടായി. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഗതി നിർണ്ണയിക്കുന്ന ഒരു വാർത്താ സമ്മേളനം. വെള്ളാപ്പള്ളി നടേശനെയും പിണറായി വിജയനെയും മുൻനിർത്തി VD സതീശനും കോൺഗ്രസും മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും കുറച്ചു നാളായി കളിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ നാടകത്തിനുമേൽ കനത്ത ആഘാതമായി. കോൺഗ്രസിനെ സംബന്ധിച്ച് ദൂരവ്യാപക പ്രത്യാഘാതമുണ്ടാക്കുന്ന പ്രഖ്യാപനവുമുണ്ടായി ഈ വാർത്താ സമ്മേളനത്തിൽ. അങ്ങോട്ട് പോയി ചൊറിഞ്ഞ് NSS SNDP ഐക്യ പ്രഖ്യാപനത്തിലേക്ക് സുകുമാരൻ നായരെ കൊണ്ടെത്തിച്ച പ്രതിപക്ഷ നേതാവിൻ്റെ കനകൂലു തന്ത്രത്തിന് കിട്ടിയ കനത്ത അടി. എക്കാലത്തും UDFനോട് ചേർന്ന് നിൽക്കാറുള്ള സുകുമാരൻ നായരെയും NSSനെയും മാളത്തിൽ നിന്ന് വിളിച്ച് പുകച്ച് പുറത്തെയടിച്ച് അടി ഇങ്ങോട്ട് ഏറ്റുവാങ്ങി സ്തംഭിച്ചു നിൽക്കുകയാണ് കോൺഗ്രസ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷമുണ്ടായ മേൽക്കൈക്ക് മേൽ കടുത്ത ആഘാതം. ഒരു ഭാഗത്ത് മുസ്ലിം പ്രശ്നങ്ങളിൽ എടുക്കുന്ന നിലപാടിൻ്റെ പേരിൽ CPMനെതിരെ ന്യൂനപക്ഷ പ്രീണനം എന്ന പ്രചരണം, മറുഭാഗത്ത് CPMലെ ഹിന്ദു നേതാക്കളെല്ലാം സംഘികളാണ്, വർഗീയവാദികളാണ് എന്ന പ്രചരണം. ഇതിനിടയിൽ ഗതികെട്ട് വീർപ്പുമുട്ടി നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുകയായിരുന്നു CPM. തെരഞ്ഞെടുപ്പ് അജണ്ടകളെ തന്നെ മാറ്റിമറിച്ച് മുസ്ലിം ന്യൂനപക്ഷങ്ങളെ CPMന് എതിരാക്കിയ അല്ലെങ്കിൽ മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകളെ ഭിന്നിപ്പിച്ച വിജയകരമായ തെരഞ്ഞെടുപ്പ് തന്ത്രമാണ് UDF പയറ്റിയിരുന്നത്. അതിൻ്റെ ഫാക്ടറിയായി, പ്രചാരണ ഫാക്ടറിയായി ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടി വെൽഫെയർ പാർട്ടിയും അവരുടെ മാധ്യമം മീഡിയ വണ്ണും മാറി. പിന്നാലെ സതീശൻ്റെ നേതൃത്വത്തിൽ UDF ഒന്നാകെ അത് ഏറ്റെടുത്തു. രാഷ്ട്രീയ മുദ്രാവാക്യം അതാക്കി മാറ്റി. വെള്ളാപ്പള്ളിയെ കൊണ്ട് അദ്ദേഹം അതും ഇതും പറയുന്ന കാര്യങ്ങളുടെ പേരിൽ അതെല്ലാം പിണറായി വിജയൻ്റെ മേൽ കെട്ടിവെച്ചു, CPMന് മേൽ കെട്ടിവെച്ചു. രണ്ട് ഈഴവർ മുസ്ലിങ്ങളെ നിങ്ങൾക്കെതിരെ വിദ്വേഷം പറയുന്നു, BJP ജയിച്ചാലും CPM ജയിക്കരുത് എന്ന് കേരളത്തിന് പരിചയമില്ലാത്തൊരു നറേറ്റീവിലേക്ക് കോൺഗ്രസ് രാഷ്ട്രീയ കേരളത്തെ കൊണ്ടുപോവുകയായിരുന്നു. അതിൻ്റെ മുഖ്യ പ്രചാരകരായി മുസ്ലിം ലീഗും വെൽഫെയർ പാർട്ടിയും മാറിയ കാഴ്ച, അജണ്ടകൾ അങ്ങനെ നിശ്ചയിക്കപ്പെടുന്ന കാഴ്ച. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ഒരു രാഷ്ട്രീയത്തിൻ്റെ സാധ്യത തിരിച്ചറിഞ്ഞാണ് സതീശൻ മുന്നിൽ നിന്ന് യുദ്ധം ആരംഭിച്ചത്. ഒടുക്കം കാന്തപുരത്തിൻ്റെ വേദിയിൽ പോയി നിങ്ങളൊക്കെ ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം, അവർ ആ പിണറായിയും വെള്ളാപ്പള്ളിയും കൂടി നിങ്ങളെ ശരിപ്പെടുത്തും എന്ന നറേറ്റീവ് കൂടി അടിച്ചുവിട്ടതോടെ കാര്യങ്ങൾ മാറി മറിഞ്ഞു. കാന്തപുരം തന്നെ കുടില ബുദ്ധി തിരിച്ചറിഞ്ഞ് വിമർശനം ഉന്നയിച്ചു. സുന്നി പണ്ഡിതർ പരസ്യമായി സതീശനെതിരെ രംഗത്തെത്തി. ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദത്തിൻ്റെ അപകടം, അതിൻ്റെ ചിറകിൽ കോൺഗ്രസും ലീഗും അധികാര രാഷ്ട്രീയം പയറ്റുന്നതിൻ്റെ അപകടം അവർ തന്നെ അനാവരണം ചെയ്തു. ഇരട്ടത്താപ്പുകൾ ചർച്ചയായി. ഒടുക്കം നിർണായകമായൊരു വാർത്താ സമ്മേളനത്തിലൂടെ ഇരട്ടത്താപ്പിനെതിരെ പ്രതിരോധം തീർക്കാൻ എന്ന മട്ടിൽ NSS SNDP ഐക്യം, യോജിപ്പ് പ്രഖ്യാപിച്ചുകൊണ്ട് സുകുമാരൻ നായർ തന്നെ രംഗത്ത് വന്ന് ഇരട്ടത്താപ്പിൻ്റെ ഉള്ളുകള്ളികൾ പൊതുസമൂഹത്തിന് മുന്നിൽ വെളിപ്പെടുത്തുകയാണ്. സുകുമാരൻ നായരുടെ വാർത്താ സമ്മേളനത്തിലെ പ്രധാനപ്പെട്ട ചില പോയിന്റുകളുണ്ട്, അത് നമുക്ക് നോക്കാം. 1. SNDP NSS ഐക്യ പ്രഖ്യാപനം. ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും ഐക്യത്തിനുള്ള അനിവാര്യ കാലം വന്നിരിക്കുന്നു എന്നാണ് സുകുമാരൻ നായർ പറയുന്നത്. അതിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലമാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത്. മുമ്പ് സംവരണത്തിൻ്റെ പ്രശ്നത്തിൽ വിയോജിച്ച് അകന്നുവെങ്കിലും ഇപ്പോൾ അതൊരു പ്രശ്നമല്ലാതായിരിക്കുന്നുവെന്നും അടിസ്ഥാന മൂല്യങ്ങൾ നഷ്ടപ്പെടുത്താതെ യോജിച്ച് ഇരുകൂട്ടരും പോവുക എന്നതാണ് ആലോചിക്കുന്നത് എന്നുമാണ് അദ്ദേഹം പറയുന്നത്. പുറമേക്ക് സമുദായ ഐക്യം എന്ന് പറയുന്നുണ്ടെങ്കിലും നിലവിലെ രാഷ്ട്രീയ സംഭവവികാസങ്ങളിലെ മുഖ്യ പിരിവുകളിൽ SNDPക്കൊപ്പം NSSും കക്ഷി ചേരുകയാണ്. അസാധാരണമായ രാഷ്ട്രീയ സാഹചര്യത്തെ കോൺഗ്രസ് എങ്ങനെ നേരിടും? 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ, ആ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ ഉന്നയിച്ച അതേ പ്രശ്നങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോഴും ലീഗും ജമാഅത്തെ ഇസ്ലാമിയും നിയന്ത്രിക്കുന്ന സംവിധാനമായി കോൺഗ്രസ് മാറുന്നു എന്ന ആക്ഷേപം. എന്നാൽ ആ ആക്ഷേപത്തെ VD സതീശൻ മുന്നിൽ നിന്ന് പ്രതിരോധിക്കുന്നു എന്ന മട്ടിൽ മാധ്യമ സ്വാധീനത്തെ ഉപയോഗിച്ചുകൊണ്ട് നേരിടും എന്നുള്ള പ്രതീക്ഷകളെ അസ്ഥാനത്താക്കും വിധത്തിലാണ് നിലവിലെ സാഹചര്യം. അർഹരായവരെ മാറ്റി ഇരട്ടത്താപ്പും തന്ത്രജ്ഞതയും കൊണ്ട് ചിലർ നേതൃത്വത്തിലിരിക്കുന്നു എന്നതാണ് സുകുമാരൻ നായരുടെ ആരോപണം. VD സതീശൻ സ്വീകരിക്കുന്ന നിലപാടുകളിലെ ഇരട്ടത്താപ്പ് സുകുമാരൻ നായർ വാർത്താ സമ്മേളനത്തിൽ എടുത്ത് ഉയർത്തി പറഞ്ഞു, സ്വന്തം അനുഭവത്തിൽ നിന്ന്. അദ്ദേഹം പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്: ഒരു നേതാവ് ഇവിടെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് വന്നുപോയി, മുഴുവൻ സഹായവും വാങ്ങിച്ചു, എന്നിട്ട് പുറത്തു പറഞ്ഞു സമുദായ നേതാക്കളുടെ തിണ്ണ നിരങ്ങരുത് എന്ന്. എന്നിട്ട് അടുത്ത ദിവസം ഇപ്പോൾ ഒരു സിനഡ് കൂടുമ്പോൾ അവിടെ പോയി കാലയിൽ വീഴുന്നു. അതുകൊണ്ട് അതൊന്നും പറയാൻ അവർക്ക് യോഗ്യതയില്ല. സതീശന് വർഗീയതയ്ക്കെതിരായി പറയാൻ ഒരു യോഗ്യതയുമില്ല. സമുദായ നേതാക്കളുടെ തിണ്ണ നിരങ്ങരുത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എവിടെയാണ് പോയത്?
പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നത് മറ്റൊന്ന്. സതീശൻ എന്ന് പറയുന്ന ആളെ ഇങ്ങനെ അഴിച്ചു വിട്ടിരിക്കുകയാണ് കോൺഗ്രസ്. അദ്ദേഹത്തിന് നയപരമായ വിഷയങ്ങൾ അഭിമുഖീകരിക്കാൻ എന്തവകാശമുണ്ട്? കോൺഗ്രസിന് പ്രസിഡന്റ് ഉണ്ടല്ലോ, നോക്കുകുത്തിയാക്കി വെച്ചിരിക്കുകയല്ലേ പ്രസിഡന്റിനെ. ഇങ്ങനെ മുന്നോട്ട് പോയാൽ കോൺഗ്രസിന് അടി കിട്ടും. അത് കോൺഗ്രസ്സുകാർ ചിന്തിക്കേണ്ട കാര്യമാണ്. ഇതാണ് അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം. അതായത് കോൺഗ്രസിന് തെരഞ്ഞെടുപ്പിൽ അടി കിട്ടും എന്ന്. ഇവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ഇവിടെ ഈ തിണ്ണയിൽ വന്ന് അദ്ദേഹം ഇരുന്നതാണ്. നിരങ്ങിയില്ല, ഇരുന്നു. 1.5 മണിക്കൂർ ഇവിടെ ഇരുന്നു. എന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് അവിടുത്തെ യൂണിയൻ പ്രസിഡന്റിനെ വിളിച്ച് പറഞ്ഞു ഇവരെ സഹായിക്കണം എന്ന്. ആ പ്രസിഡന്റ് ഓരോ വീട്ടിലും കയറിയിറങ്ങി എന്നിട്ടാണ് തിണ്ണ നിരങ്ങരുത് എന്ന് തൊട്ടടുത്ത നാളിൽ ജയിച്ചു കഴിഞ്ഞതിന് ശേഷം പറയുന്നത്. അയാളുടെ വാക്കും പ്രവൃത്തിയും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഓരോ ഇടത്തും പോയി ഇപ്പോൾ നിരങ്ങുകയാണ്. എന്നിട്ട് ഐക്യം എന്ന് പറയുകയാണ്. വർഗീയത ഈ നാട്ടിൽ വളർത്തുന്നതിൽ ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നന്നായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് സുകുമാരൻ നായർ നേരിട്ട് വിമർശനം ഉന്നയിക്കുകയാണ്. മാത്രമല്ല, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയം വെച്ച് കോൺഗ്രസിന് മേൽക്കൈ എന്ന നരേറ്റീവിനെയും സുകുമാരൻ നായർ വെല്ലുവിളിച്ചു. ഇപ്പോൾ പറയുന്നു കോൺഗ്രസിന് വലിയ മേൽക്കൈ എന്ന്. എന്നാൽ ഒരു സ്പാർക്ക് മതി, തെരഞ്ഞെടുപ്പിൻ്റെ ട്രെൻഡ് മാറും. ഇപ്പോൾ കോൺഗ്രസ് എന്നോ കമ്മ്യൂണിസ്റ്റ് എന്നോ ഒന്നും പറയാൻ ഇപ്പോൾ കഴിയില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയം നോക്കിയാണോ വോട്ട് ചെയ്യുന്നത്? അയൽപക്കത്തുള്ള ഒരാൾ സ്ഥാനാർത്ഥിയായാൽ അപ്പുറത്ത് കൂവി വിളിച്ചാൽ ഓടിയാൽ അങ്ങനെയല്ലേ വരൂ എന്ന് പറഞ്ഞ് വോട്ട് ചെയ്യില്ലേ? അതുകൊണ്ട് അതിനകത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജയത്തിലേക്ക് രാഷ്ട്രീയം കലർത്തണ്ട. ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ്. അതിൽ കോൺഗ്രസിന് അടി കിട്ടും ഇങ്ങനെ പോയാൽ എന്നാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത്. മറ്റൊരു പ്രധാന കാര്യം, രമേശ് ചെന്നിത്തലയാണ് സുകുമാരൻ നായർ മുൻനിർത്തുന്നത് സതീശനെ മാറ്റാൻ എന്നുള്ള സതീശൻ ക്യാമ്പിൻ്റെ ഒരു പ്രചരണമാണ്. എന്നാൽ അങ്ങനെയല്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. രമേശ് ചെന്നിത്തല ആണ് എൻ്റെ മുന്നിൽ നിന്നുള്ള പ്രചരണം ശരിയല്ല. രമേശ് ചെന്നിത്തല ഇവിടെ കയറി വന്നിട്ട് എത്ര നാളായി? രമേശ് ചെന്നിത്തലയോടെയോ അങ്ങനെ ഒരാളുടെയും ആവശ്യം ഞങ്ങൾക്കില്ല. ചെന്നിത്തലയേക്കാൾ യോഗ്യനായി ആരെങ്കിലും യഥാർത്ഥത്തിൽ കോൺഗ്രസിലില്ല. അതുകൊണ്ടാണ് അന്ന് താക്കോൽ സ്ഥാനത്തെക്കുറിച്ച് പറഞ്ഞത്. സതീശനേക്കാൾ യോഗ്യനാണോ എന്ന് ചോദിച്ചപ്പോൾ അവരാരും യോഗ്യരല്ല എന്നാണ് സുകുമാരൻ നായർ മറുപടി പറയുന്നത്. ഇപ്പോൾ വരാൻ പോകുന്നത് എന്താണ് എന്ന് കണ്ടോ? ഈ തരത്തിലാണ് കയ്യിലിരിപ്പെങ്കിൽ അവർ അനുഭവിക്കും. അത്ര കണ്ട് ഒരു നേതാക്കളും അഹങ്കരിക്കരുത് എന്ന് വ്യക്തമായ നിലപാടാണ് സുകുമാരൻ നായർ പറയുന്നത്. എന്നാൽ അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്, ഈ പുതിയ മുസ്ലിം ലീഗിൻ്റെ അല്ലെങ്കിൽ മുസ്ലിം ലീഗിനെതിരെ പറയുമ്പോൾ ഉടനെ മുസ്ലിങ്ങൾക്കെതിരെ പറയുന്നു എന്ന നരേറ്റീവിലൂടെ അവർ നടത്തുന്ന രാഷ്ട്രീയ നീക്കങ്ങൾ. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരായി ഉയർന്ന ആരോപണങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. മുസ്ലിം ലീഗിനെതിരെ പറയുമ്പോൾ അത് മുസ്ലിമിനെതിരായി മാറ്റുന്ന രാഷ്ട്രീയ ബുദ്ധിയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത്. വെള്ളാപ്പള്ളി പറയുന്നത് സംഘടനകളെക്കുറിച്ചാണ്, മുസ്ലിം ലീഗിൻ്റെ സ്വാധീനത്തെക്കുറിച്ചാണ്. ആ എതിർപ്പ് മുസ്ലിങ്ങളോടല്ല. ലീഗ് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളാകുമോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. CPM നേതാക്കളും മുസ്ലിം ലീഗിനെതിരെ പറയുമ്പോഴും ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ പറയുമ്പോഴും മുസ്ലിം വിരുദ്ധർ എന്ന നരേറ്റീവിന് വിധേയമാക്കപ്പെടുന്ന സാഹചര്യത്തിലാണ് സുകുമാരൻ നായർ ഈ നിലപാട് പറഞ്ഞത് എന്ന് ശ്രദ്ധേയമാണ്. ഇത്തവണ സുകുമാരൻ നായർക്ക് അല്ലെങ്കിൽ സുകുമാരൻ നായർ BJPക്ക് വേണ്ടിയാണ് ഈ ഐക്യ പദ്ധതിക്ക് ഇറങ്ങിത്തിരിക്കുന്നത് എന്ന പ്രചരണം നിലനിൽക്കുന്നതല്ല. കാരണം ഈ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം അക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കുന്നുണ്ട്. BJPയെ തുടക്കത്തിലെ അദ്ദേഹം തള്ളിപ്പറഞ്ഞു. BJP എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഇവിടെ ഹൈന്ദവരുടെ കുത്തകയാണോ? ഒന്നുമല്ല. ഹൈന്ദവ സംഘടനകൾ കുറേയുണ്ട്, അതിൽ കുറേ BJPക്കാർ കാണും, അതിൽ കൂടുതലൊന്നുമില്ല. ഇപ്പോൾ BJP വികസിത കേരളം എന്ന മുദ്രാവാക്യമൊക്കെ മുന്നോട്ട് വെച്ച് കേരളത്തിൻ്റെ ഒരു സാഹചര്യം മനസ്സിലാക്കി പോകുന്നത് ഇവിടുത്തെ സാഹചര്യം മനസ്സിലാക്കിയിട്ട് പോകുന്നതുകൊണ്ടാണ്. അല്ലാതെ അതിൻ്റെ ഒന്നും പ്രധാനപ്പെട്ട മാറ്റത്തിൻ്റെ അടിസ്ഥാനം മറ്റൊന്നുമല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതേസമയം തന്നെ SNDP NSS യോജിപ്പിനെ പറ്റി കേട്ടപ്പോൾ ഒരു BJP നേതാവ് പ്രതികരിച്ചത് അദ്ദേഹം വിമർശന വിധേയമാക്കുന്നുണ്ട്. ഹിന്ദു ഐക്യം, ഹൈന്ദവ ഐക്യം എന്ന് പറയുമ്പോൾ ഇവർക്ക് എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട്. മാത്രമല്ല, ശബരിമല ഇത്ര സുവർണാവസരം അവർക്ക് കേന്ദ്ര സർക്കാർ കയ്യിലുണ്ടായിട്ട് എന്ത് ചെയ്യുന്നു എന്നുള്ള ചോദ്യവും അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. സുരേഷ് ഗോപിക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. സുരേഷ് ഗോപി തൃശ്ശൂർ പിടിച്ച പോലെ NSS പിടിക്കാനൊന്നും വരണ്ട, അദ്ദേഹം ഇവിടെ തിരിഞ്ഞു നോക്കാത്ത ആളാണ് എന്നുള്ള വിമർശനം ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ട് BJPക്കെതിരായി BJPക്കൊപ്പം അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ള നിലപാടിന് അങ്ങനെ ഒരു പ്രചരണത്തിന് പ്രസക്തി ഉണ്ടാവില്ല. BJPക്കെതിരായ നിലപാട് ഈ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ചില അടിസ്ഥാന ധാരണകളോടെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഒരു മതത്തോടും വിരോധമില്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയോടും വിരോധമില്ല, അതിന് വിഘാതമായി നിൽക്കുന്ന കാര്യങ്ങളെ എതിർക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒപ്പം ഈ ഒരു പ്രത്യേക മതവിഭാഗത്തിന് ഈ സർക്കാരിൻ്റെ കാലത്ത് എന്തെങ്കിലും കിട്ടാതിരിക്കുകയോ കിട്ടിയോ അല്ലെങ്കിൽ അവഗണന ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തോട് അദ്ദേഹം കൃത്യമായ നിലപാട് പറയുന്നുണ്ട്. അതായത് പൊതുവായ കാര്യങ്ങൾ എല്ലാവർക്കും ജനങ്ങളുടെ ഭൂരിപക്ഷത്തിനനുസരിച്ച് അല്ലെങ്കിൽ ജനങ്ങളുടെ ആനുപാതികമായിട്ടല്ലേ ലഭിക്കുക. ഇപ്പോൾ റേഷൻ ലഭിക്കുന്നത് ആനുപാതികമായിട്ടല്ലേ, കുറേ ഒരു പ്രത്യേക സമുദായത്തെ നോക്കിയല്ലല്ലോ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇതാണ് മലപ്പുറത്ത്
കള്ളക്കള്ളത്തെ മുൻനിർത്തിക്കൊണ്ട് നടത്തുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രചരണത്തിന്, മുസ്ലിം ലീഗിൻ്റെ KM ഷാജി അടക്കം നടത്തുന്ന പ്രചരണത്തിനുള്ള മറുപടിയായും അദ്ദേഹത്തിൻ്റെതായി നമുക്ക് എടുക്കാൻ കഴിയുന്നത്. കാരണം ലൈഫ് പദ്ധതിക്ക് വീട് കൊടുക്കുന്നു, അതിൽ മുസ്ലിങ്ങൾക്ക് കിട്ടുന്നില്ല അല്ലെങ്കിൽ മറ്റൊരാൾക്ക് കിട്ടുന്നു, SNDP കിട്ടുന്നില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല, അല്ലെങ്കിൽ സ്കൂളുകൾ കിട്ടുന്നില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കാരണം കഴിഞ്ഞ 10 വർഷം ഏതെങ്കിലും സമുദായത്തിന് പുതിയ സ്കൂളുകൾ അനുവദിച്ചതായി നമുക്കറിയില്ല. പക്ഷേ പൊതു സമൂഹത്തിന് കിട്ടുന്ന ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുമുണ്ട്. ലൈഫ് പദ്ധതിയിൽ വീട് കിട്ടുമ്പോൾ എല്ലാവർക്കും ആനുപാതികമായി കിട്ടും. ക്ഷേമ പെൻഷൻ കിട്ടുമ്പം മനുഷ്യർക്ക് അതിന് അർഹമായ മാനദണ്ഡത്തിൽ മതം വരുന്നില്ല. അങ്ങനെ കണക്ക് നോക്കിയാൽ ഒരു പ്രത്യേക സ്ഥലത്ത് ഇന്ന ആൾക്ക് കൂടുതലാണെന്നോ കുറവാണെന്നോ പറയാൻ കഴിയില്ല. കേരളത്തിൽ ജനസംഖ്യ ആനുപാതികമായി അർഹരായവർക്കെല്ലാം കിട്ടുന്നു എന്നുള്ളതാണ്. ഇതിനെ അദ്ദേഹം ചിരിയോടുകൂടി നേരിടുന്നുണ്ട്. വെള്ളാപ്പള്ളിയുടെ പറച്ചിലിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത്, ഞങ്ങൾക്കെതിരെ എന്തെല്ലാം പറഞ്ഞു, പക്ഷേ ഞങ്ങളത് ക്ഷമിച്ചു. കാരണം പ്രായത്തിൽ വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു മഹാപ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിലിരിക്കുന്ന ആളാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ തിരിച്ചൊന്നും പറഞ്ഞില്ല. കാറിൽ കയറ്റി എന്നെല്ലാം പറഞ്ഞ് എന്തെല്ലാം പറയുന്നത് ബാലിശമാണ്. ഇവരൊക്കെ കാറിൽ കയറുന്നതിന് എത്രയോ മുമ്പ് അദ്ദേഹം കാറിൽ സഞ്ചരിക്കുന്നവരാണ്. അങ്ങനെ ആക്ഷേപിക്കേണ്ടതുണ്ടോ? കാറില്ലാത്തവരെയും ആക്ഷേപിക്കേണ്ടതില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളി തിരിച്ച് വല്ലതും സതീശനെതിരെ അല്ലെങ്കിൽ ആ തരത്തിൽ ആക്ഷേപങ്ങളായി പല പ്രയോഗങ്ങളൊക്കെ സഭ്യമല്ലാത്ത രീതിയിലുള്ള പ്രയോഗങ്ങളൊക്കെ നടത്തുന്നത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ അതിലും അതിഗുരുതരമായ പ്രയോഗങ്ങൾ തിരിച്ച് പറയുകയും മറ്റൊരു തരത്തിൽ വെള്ളാപ്പള്ളി ഒരു ഉപകരണമാണ്, അത് പിണറായി വിജയനെതിരായ പിണറായി വിജയൻ്റെ ഉപകരണമാണ്, CPMൻ്റെ ഉപകരണമാണ് എന്നാണ് സതീശൻ മുന്നോട്ട് വെക്കുന്ന അജണ്ട. അതേസമയം സംഘപരിവാറിൻ്റെ നീക്കങ്ങളെ അദ്ദേഹം ഒരു തരത്തിൽ അഡ്രസ്സ് ചെയ്യുന്നുമില്ല എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. ചുരുക്കത്തിൽ CPMനെ വെള്ളാപ്പള്ളിയിലേക്കും പിണറായി വിജയനിലേക്കും ചുരുക്കിക്കൊണ്ട് 2 ഈഴവരാണ് അതിൻ്റെ നേതൃത്വത്തിൽ, അവർ നിങ്ങൾക്കൊക്കെ എതിരെ പ്രവർത്തിക്കുന്നു എന്ന് ഒരു മുസ്ലിം സമുദായ സംഘടനയുടെ നേതൃത്വത്തിൽ പോയി വലിയ തോതിൽ നറേറ്റീവ് ആഖ്യാനം സൃഷ്ടിച്ച് മുന്നോട്ട് പോകുന്നത് യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തെ ആകെ കുഴിയിൽ ചാടിച്ചിരിക്കുകയാണ് എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. മാളത്തിൽ കിടക്കുന്ന ആളുകളൊക്കെ പുറത്ത് വിളിച്ചു വരുത്തി തങ്ങൾക്കെതിരായ നീക്കത്തിന് അരങ്ങൊരുക്കി കൊടുക്കുകയാണ് VD സതീശൻ ചെയ്തത്. KC വേണുഗോപാലും രമേശ് ചെന്നിത്തല അടക്കമുള്ള ആളുകൾ ഈ കാര്യത്തിൽ അതൃപ്തി അറിയിച്ചു എന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. വെള്ളാപ്പള്ളിക്കെതിരായ തുടർച്ചയായ നീക്കം ആരംഭിച്ചത്, ഈ തരത്തിൽ ആഖ്യാനത്തിലേക്ക് കടത്തിയത് ജമാഅത്തെ ഇസ്ലാമി വെൽഫെയർ പാർട്ടി സഖ്യത്തോടു കൂടിയാണ്. മീഡിയ വണ്ണിലൂടെ ഹിന്ദു പേരുകാരായ CPM നേതാക്കൾക്കെതിരെ അടക്കം വിദ്വേഷ ക്യാപ്സൂളുകൾ ഓരോന്നായി ഇറക്കി. അതിന് ന്യായമായി വെള്ളാപ്പള്ളി എപ്പോഴും ചൂണ്ടിക്കാണിക്കുകയും ചെയ്യും. എന്തിന് ജോൺ ബ്രിട്ടാസിനെ വരെ സംഖ്യയാക്കി. സുനിൽ P. ഇളയിടത്തിൻ്റെ പ്രസംഗങ്ങളിലെ പരാമർശം വരെ അത്തരം പ്രചരണങ്ങൾക്ക് വിധേയമാക്കി. കടുത്ത സംഘപരിവാർ വിരുദ്ധരായ ഹിന്ദു പേരുകാരെയെല്ലാം വിശ്വാസ്യത തകർക്കുന്നതിന് ആസൂത്രിതമായ നീക്കങ്ങളാണ് ഈ ക്യാമ്പിൽ, ഈ വിദ്വേഷ പ്രചരണ ക്യാമ്പിൽ നിന്ന് രൂപപ്പെടുത്തിയത്. അവരെല്ലാം മുസ്ലിം വിരുദ്ധരായി ചിത്രീകരിക്കപ്പെട്ടു. കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും അപകടകരമായ സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. സംഘപരിവാർ വിരുദ്ധ നിലപാടിൽ വെള്ളം ചേർക്കാത്ത ഒരു സമുദായമാണ് മുസ്ലിം സമുദായം. എന്നാൽ ഇക്കാലം അത്രയും പിന്തുടർന്നു വന്ന നിലപാടിനെ പോലും സംശയത്തിലാക്കും വിധം BJP ജയിച്ചാലും കുഴപ്പമില്ല, CPM തോൽക്കലാണ് ഈ തെരഞ്ഞെടുപ്പിലെ മുഖ്യ അജണ്ട എന്ന നരേറ്റീവിലേക്ക് ചർച്ചകൾ എത്തിക്കുന്നതിൽ ജമാഅത്തെ ഇസ്ലാമി ഒരു പരിധിവരെ വിജയിച്ചു. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോലും സീറ്റുകളുടെയും വോട്ടിൻ്റെയും കാര്യം നോക്കിയാൽ മുസ്ലിം സമൂഹത്തിൽ ആ ആശയത്തിന് അത്ര സ്വീകാര്യത കിട്ടിയില്ല എന്നുള്ളതാണ് ശുഭകരമായ കാര്യം. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP ആധിപത്യം പ്രതീക്ഷിക്കുന്ന മണ്ഡലങ്ങളിൽ CPM വോട്ട് ഭിന്നിപ്പിക്കും വിധത്തിലുള്ള സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കനകോലുട്ടിയും കടക്കുന്നതായാണ് വാർത്തകൾ. നേമത്ത് മുസ്ലിം സ്ഥാനാർത്ഥിക്കായി നടത്തുന്ന അന്വേഷണം ശിവൻകുട്ടിക്ക് ലഭിക്കുന്ന ന്യൂനപക്ഷ വോട്ട് അട്ടിമറിക്കാനാണെന്ന വാർത്ത വരികയാണ്. രാജീവ് ചന്ദ്രശേഖർ ജയിച്ചാലും തരക്കേടില്ല, തോൽക്കേണ്ടത് ആര് എന്ന് നിശ്ചയിച്ച തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജി, ആ സ്ട്രാറ്റജിയുടെ എക്സ്ട്രീം പൊസിഷനിൽ നിൽക്കുമ്പോഴാണ് VD സതീശന് മേൽ സുകുമാരൻ നായർ ഇത്ര വലിയ അടി ഏൽപ്പിച്ചത്. കോൺഗ്രസ് ഇതോടെ പരക്കം പായുന്ന കാഴ്ചയും കാണുന്നു. മണ്ണൊലിച്ചു പോകുന്നു എന്ന നേതാക്കൾ തിരിച്ചറിഞ്ഞാൽ സുകുമാരൻ നായർ പറയുന്നത് പോലെ അവർക്ക് നല്ലത്, അല്ലെങ്കിൽ അടി കിട്ടും. എന്തായാലും 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോൺഗ്രസിൻ്റെ നയതന്ത്ര മന്ത്രവാദം, സാമുദായികതയിൽ ഊന്നിക്കൊണ്ടുള്ള നയതന്ത്ര മന്ത്രവാദം പൊളിഞ്ഞു വീഴുന്ന ആദ്യത്തെ കാഴ്ചയാണ് ഇന്നത്തെ സുകുമാരൻ നായരുടെ ഈ വാർത്താ സമ്മേളനത്തിലൂടെ കണ്ടത്. സമൂഹത്തിന് മുന്നിൽ ഇരട്ടത്താപ്പ് ചർച്ച ചെയ്യപ്പെടുന്നു. സുകുമാരൻ നായർ തന്നെ അതിന് ആ ചർച്ചയ്ക്ക് നേതൃത്വം നൽകുന്നു. ഇനി എന്തൊക്കെ നടക്കും എന്ന് കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം.